എല്ലാവർക്കും സ്വാഗതം. മരുതമല ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തമിഴ്നാട് കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മരുതമല മുരുകക്ഷേത്രം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ നാടിനെ ഒന്നടങ്കം നടുക്കിയൊരു ദുരന്തമാണല്ലോ കഴിഞ്ഞ ആഴ്ച വയനാടുണ്ടായത്. ഇനി ഒരിക്കലും അത്തരം ദുരന്തങ്ങൾ നടക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആയതിനാൽ നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്നൊരു സഹായം, അതൊരു 10 രൂപയെങ്കിൽ അത്രയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വയനാടിന് കൈത്താങ്ങായി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി മിക്ക മുരുകൻ ക്ഷേത്രങ്ങളിലെയും പോലെ ഒരു കുന്നിൻ മുകളിലാണ് മരുതമല മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദണ്ഡുതപാണിയായി ആരാധിക്കപ്പെടുന്ന മരുതമല മുരുകനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഏകദേശം 600 അടി ഉയരമുള്ള വലിയൊരു കരിങ്കൽ കുന്നാണ് മരുതാചലപതി കുടികൊള്ളുന്ന മരുതമല. മരുതാചലപതി എന്ന വാക്കിൻ്റെ അർത്ഥം മരുതം, മരങ്ങൾ നിറഞ്ഞ മലകളുടെ അധിപൻ എന്നാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റിന് സമീപം എത്തിയപ്പോൾ ഞങ്ങൾക്ക് നിരാശ നൽകിക്കൊണ്ട് ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ക്ഷേത്രമതിലിന് സമീപം തമിഴിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി. ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നുറപ്പിക്കാനായി അടുത്ത് കണ്ട കടക്കാരനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു തന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വനത്തിൽ ആനകൾ വെള്ളം കുടിക്കാനായി പടികളിലൂടെ കടന്നു പോകാറുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടു. ആയതിനാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടികൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷം 4 ചക്ര വാഹനങ്ങളും ബസ്സുകളും മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കയറ്റിവിടുന്നത്. റോഡിനിരുവശത്തും സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ധാരാളം കടകളുണ്ട്. വിഗ്രഹങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും മധുരപലഹാരങ്ങളും പ്രസാദങ്ങളുമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. കൂട്ടത്തിലെ ഈ ഒരു കട എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. 90കളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മിഠായികളാണ് ഈ കടയിൽ മുഴുവനായും. 25 പൈസയും 50 പൈസയും നൽകി ഇവ വാങ്ങിക്കഴിച്ച കാലം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു കടയിൽ കയറി വെള്ളം കുടിച്ച ശേഷം നാളെ ഒരല്പം നേരത്തെ വരാമെന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ മലയിറങ്ങി. തിരിച്ചുള്ള യാത്രയിൽ അല്പം മഴ ലഭിച്ചു. നാട്ടിലെ അത്ര ഇല്ലെങ്കിലും ഇവിടെയും സാരമായ മഴ പെയ്യാറുണ്ട്. പിറ്റേ ദിവസം 3 മണിയോടെ ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. മുന്നിൽ പോകുന്നത് മരുതമലയിലേക്കുള്ള ബസ്സാണ്. സാധാരണ കേരളം വിട്ടാൽ ബസ്സുകൾക്കൊന്നും ബോർഡുകൾ കാണില്ല, നമ്പറുകളാണ്. അടിവാരത്തിലെത്തിയ ഞങ്ങൾ ഇവിടെ പൂജാ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കടയിൽ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെക്കുറിച്ച് തിരക്കി. കുറച്ച് സാധനങ്ങളിട്ട ഒരു കിറ്റ് അവർ നൽകി. 100 രൂപയാണ് വില. ഒരു തേങ്ങയും ചെറുനാരങ്ങയും ഒരു പാക്കറ്റ് ചന്ദനത്തിരിയും അല്പം അരളിപ്പൂവുമായിരുന്നു കിറ്റിലുണ്ടായിരുന്നത്. ശേഷം ക്ഷേത്രത്തിലേക്കുള്ള മലകയറ്റം ആരംഭിച്ചു. പ്രധാന കവാടത്തിൽ നിന്നും പാസ് എടുത്ത് വേണം യാത്ര. 10 രൂപയാണ് ഇവിടെ ആയത്. ഈ വഴിയിൽ ചെറുതെങ്കിലും ഒരുപാട് ഹെയർപിൻ വളവുകൾ ഉണ്ടായിരുന്നു. യാത്രാമധ്യേ കാൽനടയായി പോകുവാനുള്ള പടവുകൾ കണ്ടു. താഴെ നിന്നും കേട്ട കാര്യങ്ങൾ ശരിവെക്കും പോലെ റോഡിലെല്ലാം ധാരാളം ആനപ്പിണ്ടമുണ്ടായിരുന്നു. ഏകദേശം 4 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ മുകളിലെത്തി. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ കോയമ്പത്തൂർ നഗരം മുഴുവനായി കാണാനാകും എന്നതൊരു വിസ്മയമാണ്.
3 ഭാഗങ്ങളിലും മലകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം കാഴ്ചയിൽ അതിമനോഹരമാണ്. ഈ കാണുന്നത് കാൽനടയായി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. മരുതമല ക്ഷേത്രത്തിൻ്റെ ദ്രാവിഡ വാസ്തുവിദ്യ തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ്. ഏകദേശം 837 പടികൾക്ക് മുകളിലാണ് മരുതമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടവുകളെല്ലാം തന്നെ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു മുരുകൻ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രം കിഴക്ക് ദർശനമാണ് എന്നതും സവിശേഷമായ കാര്യമാണ്. മരുതമലയാണ്ടവർ, മരുതാചലപതി, ദണ്ഡായുധൻ പാണി എന്നിങ്ങനെ ഒന്നിലധികം പേരുകളിൽ മരുതമല അധിപനായ ദേവനെ അഭിസംബോധന ചെയ്യുന്നു. ക്ഷേത്രത്തിന് ചുറ്റും പുണ്യതീർത്ഥ ഉറവകൾ, കുളങ്ങൾ എന്നിവയുണ്ട്. ഇതിലെ ജലത്തിന് ഏറെ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് പൂർണ്ണമായും നിരവധി ഔഷധ സസ്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കാച്ചിയപ്പ മുനിവർ രചിച്ച പേരൂർ പുരാണം പ്രകാരം ഗോമാതാവായ കാമധേനു ഈ കുന്നിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ മേയുകയും മരുതം മരത്തിൻ്റെ ചുവട്ടിലെ ഉറവകളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കണമെങ്കിലും പ്രധാന ക്ഷേത്രങ്ങളിലെന്ന പോലെ സ്പെഷ്യൽ ദർശന കൗണ്ടർ ഇവിടെയും കാണാനായി. ഈ സമ്പ്രദായത്തോട് എനിക്കൊട്ടും യോജിപ്പില്ല. കാർത്തികൈ, ആടി 18, പടിവിഴ, തമിഴ് പുതുവത്സര ദിനം, ഇംഗ്ലീഷ് പുതുവത്സര ദിനം, കാർത്തികൈ ദീപം, തൈപ്പൂയം, പൈങ്കുനി ഉത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ ആഘോഷ ദിവസങ്ങൾ. വിവാഹ ചടങ്ങുകൾ ആഘോഷമായി നടത്തുന്നതിന് ഇവിടെ ഒരു കല്യാണ മണ്ഡപവും മലയടിവാരത്തായ ഒരു വിശ്രമ കേന്ദ്രവും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് അർച്ചനയ്ക്കും മറ്റു വഴിപാടുകൾക്കുമായി രസീതുകൾ എടുക്കാം. സ്പെഷ്യൽ ദർശനത്തിനായുള്ള ക്യൂവിൽ വരുന്നവരും പണം നൽകേണ്ടത് ഇവിടെയാണ്. പ്രധാന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അത്ര വലുതല്ല. മുൻവശത്തെ മണ്ഡപത്തിന് വലിയ തോതിൽ ഭക്തരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വീതിയുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹത്തിന് ഏകദേശം 5 അടി ഉയരമുണ്ട്. വലത് കൈയിൽ ദണ്ട് പിടിച്ച് കിഴക്കോട്ട് അഭിമുഖമായി ഇടത് കൈ ഇടുപ്പിൽ വെച്ച് വേലുമേന്തിയാണ് മുരുകൻ കുടികൊള്ളുന്നത്. പഴനിയിലെ പ്രതിഷ്ഠയുമായി ഭഗവാന് നല്ല സാമ്യമുണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ വലതുവശത്ത് ശ്രീ പട്ടേശ്വര ക്ഷേത്രം കാണാം. ഇടതുവശത്ത് ശ്രീ മരകതാംബയും കുടികൊള്ളുന്നു. മരകതാംബയുടെ തൊട്ടു മുന്നിലായി ഒരു ബുക്ക് സ്റ്റാളും തുലാഭാരത്തിനായുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീകോവിലും അർത്ഥമണ്ഡപവും താരതമ്യേന ചെറുതാണ്. ശ്രീകോവിലിന് പുറത്തായി പുതിയ നിർമ്മിതികൾ പലതും നടക്കുന്നുണ്ട്. സുഖകരമായ കാറ്റും ശാന്തമായ ചുറ്റുപാടുകളും ഭക്തരുടെ മനസ്സിന് സുഖവും ശാന്തതയും നൽകുന്നു. അലങ്കാര മണ്ഡപത്തിന് ഇടതുവശത്തായുള്ള മണിഗോപുരവും നവഗ്രഹങ്ങളും പെരുമാൾ ക്ഷേത്രവും മറ്റൊരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ അറ്റത്തായി പാമ്പാട്ടി സിദ്ധരുടെ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന 18 സിദ്ധന്മാരിൽ ഒരാളാണ് പാമ്പാട്ടി സിദ്ധൻ. അദ്ദേഹമാണ് അക്കാലത്ത് മുരുക ഭഗവാന് പൂജകളെല്ലാം ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലെയും പോലെ അതിമനോഹരമായി തന്നെയാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. താഴേക്കിറങ്ങുമ്പോൾ പ്രസാദവും മറ്റും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കാണാം. പഴനിയിലെ പോലെ തന്നെ പഞ്ചാമൃതമാണ് പ്രധാന പ്രസാദം.
അകത്തേക്ക് കയറിയ വഴിയിലൂടെയല്ല പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പ്രധാന ക്ഷേത്രത്തിനു മുന്നിലൂടെയുള്ള പടികൾ ഇറങ്ങി വേണം താഴേക്കെത്താൻ. ഇതിൻ്റെ വശങ്ങളിലായും പുതിയ നിർമ്മിതികൾ നടക്കുന്നുണ്ട്. കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ചെറിയ തോതിലെങ്കിലും ഇത്തരം സ്ഥലങ്ങൾ മലിനീകരിക്കപ്പെടുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നിരുന്നാലും ഔഷധങ്ങളും ഭക്തിയും കൂടിച്ചേർന്ന് ഒരു പ്രദേശം മുഴുവൻ പുണ്യം നിറയുകയാണ്. ഈ പുണ്യം ലോകത്തിൻ്റെ നന്മയാകുകയാണ്. മരുതമല മുരുകൻ തമിഴകത്തിൻ്റെ മണ്ണിലല്ല, മനസ്സിലാണ് കുടികൊള്ളുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മലയിറങ്ങി.